അസ്സലാമലൈക്കും. ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബമേള ഉണ്ടായിരുന്നു. അതിലുള്ള ആൾക്കാരും ഇതൊക്കെയാണ്. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാട്ട് കോപ്പിറൈറ്റ് വരും വിചാരിച്ചിട്ട് ഞാൻ ആ പാട്ടൊന്നും ഇതിലാക്കിയിട്ട് പിടിച്ചിട്ടുമില്ല. പിടിക്കാൻ പറ്റൂലല്ലോ, അത് പ്രശ്നമാണ് അതിനെക്കൊണ്ട്. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷം സമാധാനം ഒക്കെയാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഒത്തുചേരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും എന്നടക്കം ഞങ്ങൾ 8 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ 3 ആങ്ങളമാരും 5 പെൺകുട്ടികളാണ്. അതിൽ മൂത്തത് ഞാനാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ വീടാണ്. അപ്പോൾ ഇത് വെച്ചപ്പോൾ കുടുംബസംഗമം വെച്ചാൽ നമ്മൾ ആൾക്കാരെല്ലാവരും ഒന്ന് വിളിച്ച് ഇതിലൊന്ന് വർത്തമാനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടൊന്നും സംഗമം തുടങ്ങിയിട്ടില്ല. ഇത് എല്ലാവരോടും പറഞ്ഞ് തീരുമാനിച്ച് ഇനി എത്ര മാസം കൂടുമ്പോൾ അവിടെ തുടങ്ങേണ്ടതെന്നൊക്കെ പറയാനും വേണ്ടി വിളിച്ചതാണ് എൻ്റെ ആങ്ങള. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഇഷ്ടമായി, സന്തോഷമായി. ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് ആദ്യം തുടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൂത്ത ആങ്ങളുടെ അവിടെ വെച്ചിട്ട് ഇത് രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആദ്യം തുടങ്ങും. എവിടെ തുടങ്ങിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ അനിയത്തിമാരവിടെ വെച്ചായാലും എനിക്ക് സന്തോഷമുള്ളൂ. നമ്മൾ 8 മക്കളും 8 എണ്ണമല്ല, നമ്മൾ ഒന്നാണെന്നുള്ള ചിന്തയും സമാധാനത്തോടു കൂടെ ഇത്രയും കാലം ഞാൻ ജീവിച്ചു പോയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും എല്ലാവരും മനസ്സിലും അങ്ങനെ തന്നെ വേണം. മരണം വരെ ആരാണ്, എന്താണ്, ഏവരാണ്, ആരാ മുന്നേ പോവുക പിന്നെ പോകുന്ന അറിയാൻ പറ്റൂല. ഉള്ള ജീവിതം നമ്മളെല്ലാ ഉമ്മത്തിമാരും സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ നമ്മളെ പേരക്കുട്ടികളും മക്കളും കുട്ടികളും എല്ലാവരും ഇങ്ങനെ ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം തുടങ്ങി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ആങ്ങളമാർ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ എന്തൊക്കെ വിശേഷം? എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാവരും ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിച്ച് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമ്മളും 8 മക്കളും സന്തോഷമായിട്ട് മരണം വരെ ജീവിച്ച് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചോറൊക്കെ വെച്ച് കൊണ്ടുവന്ന കേട്ടോ, വീട്ടിൽ നിന്ന് വെച്ചതല്ല. അപ്പോൾ വേഗം എളുപ്പത്തിൽ പണി ചെയ്യുമല്ലോ, വിളിച്ച് പറഞ്ഞാൽ ചോറൊക്കെ വീട്ടിലെത്തുമല്ലോ. അതിനെക്കൊണ്ട് അതൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ എല്ലാവരും തിന്നാനുള്ള ഏർപ്പാട് നോക്കട്ടെ കേട്ടോ. കിട്ടിയില്ല. വലുതുണ്ട് സ്റ്റീലിന്റെ. സ്റ്റീലിന്റെ എന്താണ് സ്റ്റീലിന്റെ ഇന്ന് പറഞ്ഞത് കോരി ചെറുതാ പൊട്ടിന്ന് പറയുന്നത്. മതിയാലോ മോനെ. കഴിക്കൂ, ഫുള്ളും ബാക്കിയാക്കാണ്ട് കഴിക്കണം കേട്ടാ. ബാക്കിയാക്കാണ്ട് കഴിക്കുക. കിട്ടി. തല താത്തിയിട്ട് കാര്യമില്ല, അടി കൂടെ പിടിച്ച് ഞാൻ തലത്ത് നോക്ക്. ഞാൻ പോണില്ല. വ്യാപളന്മാരൊന്നും കാണാൻ പറ്റൂല. എന്താണ് അപ്പത്തിൻ്റെ നോക്കി കഴിക്കുക.
അവളെ പിടിക്കട്ടെ, അവൾക്ക് കാണാലോ, എനിക്ക് കാണാലോ. ഇതാ മമ്മീൻ്റെ ബ്ലോഗിൽ നിന്ന് കാണാലോ. ഒറ്റക്ക് വെള്ളം കുടിക്കും. തന്നെ ഒറ്റക്ക് വാരത്തൊന്നുമില്ല, ഒറ്റക്ക് തിന്നൂലേ. ഇതെന്ത് വെള്ളം കുടിയാ, എന്ത് വെള്ളം കുടിയാ? തിന്നൂടി, വേഗം തിന്നൂടി, വേഗം തിന്നൂടി. മമ്മി ബാക്കിലല്ലേ, മുന്നിലല്ലല്ലോ. ഒന്നും വേണ്ട, അങ്ങനെ തിന്നൂല. തിന്നോ മോനെ, നിങ്ങളൊക്കെ തിന്നോളിയാ, മീനും വിളിച്ചോളി, എല്ലാവരും തിന്നോളി. പിടിച്ച് കഴിഞ്ഞു. എന്താണ് നിങ്ങൾക്ക് മാത്രം വെന്തോറ് വെച്ച്? ചോറ തന്നെ സമാധാനം. എൻ്റെ മോൻ വരട്ടെ. എന്ത് എന്താ എന്നെ പിടിക്കാൻ? ഓ എന്തേ, എങ്ങോട്ടാ പോണേ, എങ്ങോട്ടാ പോണേ? അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. എങ്ങോട്ടാ പോണേ? മോനെ, എൻ്റെ ഉമ്മച്ചേടെ മോനും ഉമ്മച്ചേടെ ആരും തിന്നട്ടെ അറിയാം. എന്താ എങ്ങോട്ട്, എന്താ പ്രശ്നം? കൊണ്ടേ പോണ്ടേ പോണ്ടേ. അല്ല ഞങ്ങൾക്ക് ചിക്കൻ വേണോ? ചിക്കനൊന്നും വേണം. ചിക്കനൊക്കെ ഉണ്ട് അവിടെ, എല്ലാം സാധനം ഇഷ്ടം പോലെ. ഇറച്ചി പോയാ ഒന്ന് കഴിഞ്ഞാ പോവും. ബാക്കിയൊരു കഷ്ണം കൂടെ കടിയപ്പോ പോവും. പിന്നാല് മേച്ചിന്നോട്ട് ഇല്ല, ഞാൻ ഒരു വരട്ടെ. എൻ്റെ മോള് മരുമോള് വരട്ടെ. എന്താണ് എന്താണ്? ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇവ കിട്ടിയില്ലേ? ഞാനിപ്പോ കിട്ടിയല്ലോ. ഇനി ഞാൻ കഴിച്ചില്ല, ബാക്കിയെല്ലാവരും എപ്പോഴാ ഞാനും മീൻ തിന്നില്ലേ? നിങ്ങളെ കത്തൊക്കെ നമ്മൾ രണ്ടാളും ഇരിക്കാണ്ട് അങ്ങനെ ഇരുന്നേ. മോനൊന്നും ഇരിക്കണ്ടേ? തിന്നോളി തിന്നോളി, ഞാൻ വരും. മോനെ ഞാൻ എടുക്കണോനെ, തൊള്ളിട്ട് വെക്കാം.
ഞാൻ വരാണ്ട് ഇല്ല ഞാൻ ചെറിയ മോനേ ഉള്ളൂ ഇവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് തിരുമ്പി തരുന്നു. ഇത് മതി, തിന്നണല്ല, സന്തോഷമല്ലേ വലുത്. ദീപ ഇരിക്കേ, ദീപ ഇവിടെ ചോറ് കൊണ്ട് ഇറക്കുക. മമ്മിന്റെ ഒരു എപ്പിസോഡാണ് മോളെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.